ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ട്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 34 എന്ന് പറയുന്ന ഷിപ്പാണ്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഷെൻഹുവ 34 എന്ന് പറയുന്ന ഷിപ്പ് ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് പോർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അപ്ഡേഷൻ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഷിപ്പ് എത്തുന്ന പല പൊസിഷനും നമ്മൾ അപ്ഡേഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. മനസ്സിന് ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ട്രാക്ക് ചെയ്ത ഷിപ്പ് നമ്മുടെ മുന്നിലോട്ട് പോകുമ്പോൾ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 2 ESTS ക്രെയിനും 2 കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുമാണ്. ZPMC എന്ന് പറഞ്ഞ ബാൾജിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഷിപ്പ് ഇപ്പോൾ പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. കാരണം ഞാൻ വന്ന സമയം കുറച്ച് സ്ഥലത്ത് മഴയുണ്ടായിരുന്നു, അത് കാരണം കുറച്ച് താമസിച്ചു പോയി. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന് എൻഡ് പോസ്റ്റിനെല്ലാം നമ്മൾ ഇന്നലെ ഇതിൽ സാറ്റലൈറ്റ് വ്യൂയിലൂടെ കണ്ടതാണ്. ആ വർക്കെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ആ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്ററിലെ റോഡാണ് നമുക്കിനി വർക്ക് പൂർത്തിയാക്കാനുള്ളത്. ആ വർക്കും വളരെ വേഗം തന്നെ ഫിനിഷ് ആവുന്നതായിരിക്കും. ഇത് ആ തൊട്ട് ബാക്കിലൊരു ടഗ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ടഗ് ബോട്ടിൽ ടൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഷെൻഹുവ 34 പോകുന്നത്. 4 ESTS ട്രെയിനിൻ്റെ ബോം ഉയർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെൻഹുവ 34 വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ 4 STS ക്രെയിനിൻ്റെ ബോം ഉയർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ട് വരുന്ന 8 STS ക്രെയിനിൽ അവസാനത്തെ 2 STS ക്രെയിനാണ് വരുന്നത്. പക്ഷേ ഇനി ഒരു യാർഡ് ക്രെയിനിൻ്റെ പെൻഡിങ് ഉണ്ട്. നമുക്ക് 2 STS ക്രെയിനും 3 യാർഡ് ക്രെയിനുമായാണ് നമുക്ക് ഷിപ്പ് വരേണ്ടത്. പക്ഷേ ഇതിൽ ഒരു യാർഡ് ക്രെയിൻ ഇതിലില്ല. 2 യാർഡ് ക്രെയിൻ മാത്രമേ ഉള്ളൂ. ഞാൻ സൂം ചെയ്ത് കാണിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൽ 2 STS ക്രെയിനും 2 യാർഡ് ക്രെയിനും മാത്രമേ ഉള്ളൂ. ഒരു യാർഡ് ക്രെയിൻ ഇനി വരാനുണ്ട്. ഫസ്റ്റ് ഫേസിലെ ആവശ്യം നമുക്ക് 32 ക്രെയിനുകളാണ്. അതിൽ 24 യാർഡ് ക്രെയിനും 8 STS ക്രെയിനുമാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായി വരേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ ഷിപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ സാവധാനത്തിലാണ്. കാരണം നമ്മുടെ ഈ പോർട്ടാവട്ടെ ഇതൊരു കൺസെഷണൽ പോർട്ടാണ്. അതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് ഷിപ്പ് നീങ്ങുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ പോർട്ടിലെ പൈലറ്റാണ് നമ്മുടെ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം എല്ലാ പോർട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. പോർട്ടിലെ പൈലറ്റ് ആയിരിക്കും നമ്മുടെ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് വേറൊരു വ്യൂ ഞാൻ എടുത്തതാണ്. കാരണം ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം പല സ്ഥലത്തായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഷിപ്പ് വരുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിൽ അറിയാമായിരുന്നു. എവിടെ എത്തിയെന്നൊക്കെ അറിയാമെന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് വരുന്നത്. ഞാൻ വളരെ വേഗത്തിൽ വന്നെടുത്ത വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത്ര പ്രേക്ഷകർക്ക് പ്രതീക്ഷിച്ചത്ര ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലൊരു വെറൈറ്റി വ്യൂ എന്നാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ. നമ്മുടെ ഷെൻഹുവ 34 വളരെ സാവധാനത്തിലേക്ക് പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ്. പോർട്ടിലല്ല, ബെർത്തിലേക്ക്, പോർട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ബെർത്തിനടുത്തോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് നീങ്ങുന്നത്. ബെർത്തിൻ്റെ വർക്ക് നമ്മൾ ഇന്നലെ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ചുള്ള അപ്ഡേഷനിൽ ഏതാണ്ട് 770 മീറ്റർ, 772-770 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വളരെ 30 മീറ്ററോളം ഇനി ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെർത്തിൻ്റെ വർക്കുകൾ 100% പൂർത്തിയാവും. അത് കഴിഞ്ഞാൽ നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്ക് പോകുന്നത്. യാർഡ് എക്സ്റ്റൻഷന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സാൻഡ് ട്രഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന ട്രഡ്ജറും ഓസ് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. അതായത് ഇനി യാർഡ് എക്സ്റ്റൻഷന് നാച്ചുറൽ സാൻഡിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബ്ബും തന്നെ നമുക്ക് ഈ യാർഡ് എക്സ്റ്റൻഷന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സാൻഡ് ലഭിക്കുന്ന ട്രഡ്ജർ ഓസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് പോർട്ടിൻ്റെ സൈഡിൽ റെഡ് കളറിൽ ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ അത് എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാറ്റലൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, സാറ്റലൈറ്റ് വ്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് യാർഡിൻ്റെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ എന്നീ 3 വർക്കിൻ്റെ അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റാണ് എടുക്കാൻ സാധിക്കുന്നത്. 100% പെർഫെക്റ്റ് അല്ല, ഒരു ചെറിയൊരു വേരിയേഷൻ ഉറപ്പായിട്ട് വരും. എന്നാലും നമുക്ക് ആ ഒരു മെഷർമെൻറ്റിലൂടെ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഷിപ്പ് നമ്മളിപ്പോൾ ബെർത്തിനടുത്തോട്ട് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ സാവധാനത്തിൽ ഷിപ്പ് ബെർത്തിനടുത്തോട്ട് അടുക്കുന്നു. അതുമാത്രമല്ല, ആ ഒരു തിരമാലയുടെ സൈഡിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. വളരെ ഒരു വെറൈറ്റി പൊസിഷനാണ്. എപ്പോഴും ഞാൻ
വളരെ ഹൈറ്റിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ ഭാഗത്ത് വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, താമസിച്ചു പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്ന് എനിക്ക് എടുക്കണം, നമ്മുടെ പ്രേക്ഷകർ കൂടി ഷെൻഹുവ 34 ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്തത്. നമുക്ക് ബെർത്തിൻ്റെ അടുത്തോട്ട് ചേർന്ന് വരുന്ന ഷെൻഹുവ 34 കാണാം. കാരണം നമ്മുടെ ഈ ഷിപ്പിൻ്റെ മറു സൈഡാണെങ്കിൽ നമുക്ക് 2 ടഗ് ബോട്ടുകൾ, അതായത് ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35, ഇങ്ങനെ 2 ടഗ് ബോട്ടിൻ്റെ വലിയൊരു പ്രഷർ കാരണമാണ് ഷിപ്പ് ഈ ബെർത്തിൻ്റെ അടുത്തോട്ട് അടുക്കുന്നത്. കണ്ടോ, അങ്ങനെ വളരെ വളരെ സാവധാനത്തിൽ നമ്മുടെ ബെർത്തിനോട് ചേർന്ന് വരുന്ന ഷെൻഹുവ 34 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന 10 മീറ്റർ വീതിയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് മെസ്സേജിൽ ചോദിക്കുകയുണ്ടായി, നമുക്ക് ക്രൂയിസ് ഷിപ്പുകൾക്ക് എവിടെയാണ് വരാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പല പോർട്ടിലും നമുക്ക് കാണുന്നത് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ആ 10 മീറ്റർ വീതിയുള്ള റോഡിലായിരിക്കും നമുക്ക് ക്രൂയിസ് ഷിപ്പുകളുടെ വിനോദസഞ്ചാരികൾ സ്വീകരിക്കുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് അവിടെ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. കാരണം ഈ പോർട്ടിനകത്തുകൂടി വണ്ടികൾക്ക് അല്ലെങ്കിൽ ബസ്സുകൾക്ക് പോയിട്ട് അവരെ കൊണ്ടുവരാൻ സാധിക്കും. വലിയൊരു ഏരിയയാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ. ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് മെഷർമെൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കി 2960 മീറ്ററാണ് ആ വലിയ ഏരിയ വരുന്നത്. അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രൂസ് ഷിപ്പുകൾക്ക് വരാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആയിരിക്കും ബ്രേക്ക് വാട്ടറിൻ്റെ ആ പോർഷനിൽ തന്നെ ആയിരിക്കും ക്രൂസ് ഷിപ്പിനും വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള റോഡ് വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ മുന്നിൽ കാണുന്നത് ആ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും യാർഡ് സെക്ഷന് വേണ്ടിയുള്ള ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു കരിങ്കൽ ഭിത്തി നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഹൈറ്റ് വളരെയധികം കൂട്ടിയിരിക്കുന്നുണ്ടോ. ആ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. എക്സ്കവേറ്റർ ഉപയോഗിച്ച് വർക്ക് കിടക്കുന്നുണ്ട്. ധാരാളം ലോറികളെ നാച്ചുറൽ സ്റ്റോണും കൊണ്ടുപോകുന്നുണ്ട്. ആ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ആ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. കാരണം ബെർത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ യാർഡ് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു വർക്ക് നടക്കുന്നത്. അതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്. ബാക്കി എല്ലാ വർക്കും ഫിനിഷിങ്ങിലായിട്ടാണ്, ഫസ്റ്റ് ഫേസിൽ ഫിനിഷിങ്ങിലോട്ടാണ് പോകേണ്ടത്. അതുമാത്രമല്ല, നമ്മുടെ ബെർത്തും നമ്മുടെ ഫസ്റ്റ് ഫേസിൽ കണക്ടിവിറ്റി റോഡുമായിട്ടുള്ള NH66 കണക്ടിവിറ്റി റോഡിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. 250 മീറ്റർ മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ബാക്കി ഭാഗമെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷിപ്പ് പകുതി മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ബെർത്തിനോട് ചേർന്നിട്ടാണ് പോകുന്നത്, കാണാൻ സാധിക്കും. കേട്ടോ, ബെർത്തിനോട് ചേർന്ന് പോകുന്നുണ്ട്. വളരെ സാവധാനത്തിലാണ് ബെർത്തിനോട് ചേർന്ന് പോകുന്ന ഷെൻഹുവ 34 കാണാൻ സാധിക്കുന്നത്. ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തേക്ക് വന്ന ഒട്ടുമിക്ക എല്ലാ ഷിപ്പുകളും നമ്മൾ ട്രാക്ക് ചെയ്ത് നമുക്കത് വീഡിയോ രൂപത്തിൽ കാണുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അത് വലിയ ഭാഗ്യമാണ്. ഇനി നമുക്ക് ഒരു കാൻറ്റിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനാണ് വരാനുള്ളത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ഏതെങ്കിലും ഒരു ഷിപ്പിൽ വരുമായിരിക്കും. അടുത്ത പോർട്ടിലേക്ക് കയറേണ്ട ഷിപ്പ് ഇവിടെ ആ ക്രെയിൻ അൺലോഡ് ചെയ്തിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. അത് ഏത് ഷിപ്പാണെന്നറിയില്ല. അത് ഞാൻ ഇൻഫോം കിട്ടിയാൽ അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാ നമ്മുടെ ഷെൻഹുവ 34 വളരെ സാവധാനത്തിൽ നമ്മുടെ ബെർത്തിനകത്തോട്ട് കയറുകയാണ്. അത് മാത്രമല്ല, ബെർത്തിനകത്തോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, 244.5 മീറ്റർ നീളമാണ് ഷെൻഹുവ 34 ഷെൻഹുവ 35 ആവട്ടെ 244 മീറ്ററാണ്. അതിനെക്കാട്ടിയും കുറച്ചുകൂടി നീളം കൂടുതലാണ് ഷെൻഹുവ 34. ബെർത്ത് എല്ലാം സെയിം തന്നെയാണ്, 2 ബെർത്തും സെയിം തന്നെയാണ്. നമുക്ക് ഫ്രണ്ടും ഷിപ്പിൻ്റെ മുൻഭാഗം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ 4 STS ക്രെയിൻ്റെ ബൂം ഉയർത്തി വെച്ചിട്ടുണ്ട്. ടോട്ടൽ 6 STS ക്രെയിനാണ് നിലവിൽ നമ്മുടെ പോർട്ടിലുള്ളത്. 2 STS ക്രെയിനൂടെ ആകുമ്പോൾ ടോട്ടൽ 8 STS ക്രെയിന് ഫസ്റ്റ് ഫേസിൽ തന്നെ വരും. ഷെൻഹുവ 34 ഏതാണ്ട് ബെർത്തിന് ചേർന്നിട്ട് പോവുകയാണ്. 2 വലിയ മദർ ഷിപ്പുകൾക്ക് ഒരേ സമയം ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫേസിൽ പണികൾ പൂർത്തിയാകുന്നത്. അതായത് 800 മീറ്റർ ബെർത്ത്. മദർ ഷിപ്പ് ആകുമ്പോൾ 400 മീറ്ററിൻ്റെ 2 ഷിപ്പുകൾക്ക് ഒരേ സമയം വർക്ക് ചെയ്യാൻ നിന്ന് ലോഡിങ് അൺലോഡ് ചെയ്യാൻ സാധിക്കും. ഷിപ്പ് പൂർണ്ണമായിട്ടും ബെർത്തിനകത്തോട്ട് ചേർന്നിരിക്കുന്നു. ഈ വിഷ്വലാവട്ടെ നമുക്ക് ബെർത്തിൽ നിന്നും കിട്ടിയ വിഷ്വലാണ്. വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഷെൻഹുവ 34 കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഡോൾഫിൻ്റെ 2 ടഗ് ബോട്ടുകൾ കാണാൻ സാധിക്കുന്നു. ഈ ടഗ് ബോട്ടുകൾ പ്രഷർ ചെയ്തിട്ടാണ് നമ്മൾ ബെർത്തിനോട് ചേർന്ന് ഷിപ്പ് വരുന്നത്. ആ ഒരു വിഷ്വൽ, ബെർത്തിനോട് ചേർന്ന് നിൽക്കുന്ന വിഷ്വൽ നമുക്ക് നോക്കാം. കണ്ടോ, ഷെൻഹുവ 34 ഇപ്പോൾ ബെർത്തിനോട് ചേർന്ന് മൂറിങ്ങിലേക്ക് പോകുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മളീ കാണുന്നത്. പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ കാണാറുണ്ട്. ഇതാണ് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗം. ബെർത്തിനോട് ചേർന്നുള്ള യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമാണ് നമ്മളീ കാണുന്നത്. ധാരാളം
കാൻഡിലിവർ റെയിൽമോണ്ട് ഗ്രാൻഡി ക്രെയിനെ കാണാൻ സാധിക്കുന്നു. ഏറ്റവും തൊട്ടടുത്ത് നമുക്ക് ഷെൻഹുവ 34 കാണാൻ പറ്റുന്നൊരു വിഷ്വലാണ്. അതാ മൂറിങ്ങിലേക്ക് പോകുന്ന വിഷ്വലാണ് നമ്മളീ കാണുന്നത്. ഹെവി റോപ്പ് ഉപയോഗിച്ച് ഷെൻഹുവ 34 മൂറിങ്ങിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യമായി നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.